നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ സ്കൂൾ തുറക്കുകയല്ലോ കുട്ടികൾക്ക്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു. അതായത് ഇപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ തുറന്നാൽ കുട്ടികളുടെ പഠിക്കാനുള്ള പാഠങ്ങളൊക്കെ അന്നന്ന് പഠിച്ച് തീർക്കുക. ഇപ്പോൾ രക്ഷിതാക്കൾക്ക് ജോലിയുള്ള രക്ഷിതാക്കളൊക്കെ ആണെങ്കിൽ കുറച്ച് സമയമൊക്കെ അവരെ നോക്കാൻ ടൈം കിട്ടുള്ളൂ. എന്നാലും അവരെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികൾക്ക് ട്യൂഷൻ വേണ്ട കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുക. എഴുതാനറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെ ട്യൂഷന് വിടുക. പിന്നെ അവർക്ക് വേണ്ട ഒരു കെയർ ഫുൾ ടൈം കൊടുക്കാൻ പറ്റാത്ത രക്ഷിതാക്കൾ, അതായത് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന കുട്ടികളുടെ രക്ഷിതാക്കളായിരിക്കും. അപ്പോൾ അവർ നിർബന്ധമായിട്ടും അവരൊരു സ്പെഷ്യൽ ടീച്ചറ് അടുത്തേക്ക് ട്യൂഷന് വിടുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അവർ ജോലിക്കൊന്നും പോകുന്നില്ലാത്ത അമ്മമാരൊക്കെ ആണെങ്കിൽ, പറഞ്ഞു കൊടുക്കാൻ അറിവുള്ളവരൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് ജോലിക്ക് പോകുന്നവരും സിലബസ് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തവരായിട്ടുള്ള അമ്മമാരുണ്ടെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും കുട്ടികളെ അടുത്തുള്ള ഒരു ട്യൂഷൻ ടീച്ചറെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ ട്യൂഷൻ എടുക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ LKG മുതൽ എടുക്കും. പക്ഷേ LKGയിൽ നിങ്ങൾ കുട്ടികളെ ഫ്രീ ആയിട്ട് വിടുകയാണ് നല്ലത്. പിന്നെ UKG തൊട്ടിട്ട് പറഞ്ഞാൽ മതി. കാരണം എന്താ വെച്ചാൽ അവർ ആദ്യമായിട്ട് ഒരു സ്കൂൾ വിദ്യാലയത്തിലേക്ക് പോകുമല്ലോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് അമ്മേനെ അച്ഛനെയും വീട്ടുകാരൊക്കെ പിരിയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ ട്യൂഷനും ഇവിടെ LKG കുട്ടി ട്യൂഷൻ വന്നിരുന്നു. പക്ഷേ പിന്നെ അങ്ങനെയുണ്ട്. പക്ഷെ അത് അത്ര ഉണ്ട് അവർക്ക് ഒരു ഫ്രീഡം കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. UKG മുതലൊക്കെ എന്തായാലും ട്യൂഷൻ വിടാം. LKGയിൽ അവരെ ഇഷ്ടത്തിന് വിടുക നല്ലതായിരിക്കുക. കുറച്ച് സ്കൂൾ അറ്റ്മോസ്ഫിയർ ആയിട്ടൊക്കെ ഒന്ന് ഹാപ്പിയൊക്കെ ആയിട്ട് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ വിട്ടാലും അല്ലെങ്കിൽ സ്കൂളിൽ പോണേക്കാളും മുന്നേ ഇപ്പോൾ ട്യൂഷൻ എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് അത് കുറച്ച് വിഷമമായിരിക്കും. അപ്പോൾ UKG ഒക്കെ തൊട്ടിട്ട് നമുക്ക് കുട്ടികളെ ട്യൂഷന് പറഞ്ഞയക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ UKG മുതൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. 8ാം ക്ലാസ് വരെ എടുക്കുന്നുണ്ട്. എല്ലാ വിഷയവും എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികളിപ്പോൾ ജോലിക്കാരായ അമ്മയച്ഛനും അല്ലെങ്കിൽ സിലബസ് പറഞ്ഞു കൊടുക്കാൻ കണ്ടൻറ്റ് പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത അച്ഛനുള്ളവരൊക്കെ, പ്രത്യേകിച്ച് അച്ഛന്മാർ എന്തായാലും ഇപ്പോൾ കുട്ടികളെ നോക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അമ്മമാരാണ് വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുന്നത് അവർ തന്നെയാണ്. അപ്പോൾ കാരണം അമ്മമാരാണ് എപ്പോഴും കുട്ടികളുടെ ഒപ്പം ഉണ്ടാവുക. ഇപ്പോൾ ജോലി കഴിഞ്ഞാൽ അവർ വീട്ടിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ ജോലിക്കാത്തവരാണ് ഫുൾ ടൈം അമ്മമാരായിരിക്കും. അപ്പോൾ ട്യൂഷന് പറഞ്ഞയക്കുക. അപ്പോൾ എടുത്ത പാഠങ്ങളൊക്കെ അന്നന്ന് പഠിക്കാൻ പറയുക. പിന്നെ അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് മാർക്ക് കിട്ടണം. പിന്നെ അവരെ ഒന്ന് കെയർ ചെയ്യണം. അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ, എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ഒരു സഹായം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ അടുത്തേക്ക് ട്യൂഷന് പറഞ്ഞയക്കുക. നമ്മൾ സ്കൂള് തുറക്കുന്നത് തൊട്ട് ട്യൂഷൻ നമ്മുടെ വീട്ടിൽ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ രാവിലെ നമ്മൾ ട്യൂഷൻ എടുക്കും. കുട്ടികൾക്ക് എപ്പോഴാണ് സ്കൂളിലേക്ക് എത്തേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ടൈമിൽ കുട്ടികൾ വന്നാൽ നമ്മൾ ട്യൂഷൻ എടുക്കും. പിന്നെ വൈകിട്ട് സ്കൂളിൽ വന്നിട്ട് എപ്പോഴാണ് കുട്ടികൾക്ക് വരേണ്ടത്, എപ്പോഴാണ് അവർക്ക് പോകേണ്ടത് എന്നനുസരിച്ച് നമ്മൾ ട്യൂഷൻ എടുക്കുന്നതായിരിക്കും. എല്ലാം രക്ഷിതാക്കളുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും നമ്മൾ. കാരണം അവർ കൊണ്ടുവന്നാക്കി തരേണ്ടതും കൊണ്ടുപോകേണ്ടതും രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ സമയം അവരുടേതാണ്. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ നമ്പർ 99 46 91 24 69 ഒന്നും കൂടി പറയുന്നു. 99 46 91 24 69 നമ്മുടെ ഫോൺ നമ്പർ. അപ്പോൾ അതിലേക്ക് കുട്ടികളെ
നമ്മളെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞയക്കുക. അപ്പോൾ വിളിച്ച് ചോദിച്ചാൽ നമ്മൾ ഫീസിൻ്റെ കാര്യമൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ എത്ര രൂപ ഫീസ്, എപ്പോഴാണ് നിങ്ങൾക്ക് ട്യൂഷൻ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഫീസൊക്കെ വളരെ കുറഞ്ഞ ഫീസ് ഉള്ളൂ. നമ്മൾ പിന്നെ എല്ലാവർക്കും ഏത് പാവപ്പെട്ട ഒരാൾക്കും തരാൻ പറ്റിയ ഫീസ് നമ്മൾ മേടിക്കുന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തരെ സാമ്പത്തികം തന്നെ നമുക്കറിയില്ല. നമ്മൾ വളരെ മിതമായൊരു ഫീസേ നമ്മൾ മേടിക്കുന്നുള്ളൂ. അത് പാവപ്പെട്ട കുട്ടികൾക്കും പഠിക്കാൻ പറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വളരെ കുറഞ്ഞൊരു ഫീസ് വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിച്ചാൽ നമ്മൾ പറയുന്നതായിരിക്കും ഫീസ്. അപ്പോൾ ഒന്നുകൂടി നമ്പർ 99 46 91 24 61. നമ്മൾ PG ഒക്കെ പഠിച്ച ആളാണ്, ഡിഗ്രി PG പഠിച്ചതാണ്, പിന്നെ BEd എടുത്ത ആളാണ്, പിന്നെ 25 വർഷത്തോളം അധ്യാപക സർവീസ് ഉള്ള ആളാണ്. വിവിധ സർക്കാർ സ്കൂളിൽ എല്ലാ 1ാം ക്ലാസ് തൊട്ട് +2 വരെ പഠിപ്പിച്ചിട്ടുള്ള അനുഭവമുള്ള ടീച്ചറാണ്. പിന്നെ അപ്പോൾ കുട്ടികൾക്ക് 10ാം ക്ലാസ് വരെ ഇവിടെ ട്യൂഷൻ എടുക്കും. പിന്നെ 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അത് സ്ട്രെങ്ത്ത് വേണം എന്നാലേ എടുക്കുകയുള്ളൂ. പിന്നെ 10ലെ കുട്ടികൾക്ക് എന്തായാലും എടുക്കും. അവർക്ക് പാസ്സാവാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികളുണ്ടാവും 9ാം ക്ലാസ്സിലും 10ലൊക്കെ എത്തിയവരൊക്കെ. അപ്പോൾ അവരെ നമ്മൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷകൾ പഠിപ്പിക്കും. പിന്നെ 8ാം ക്ലാസ് വരെ നിർബന്ധമായിട്ടും എല്ലാ വിഷയവും എടുക്കും. പിന്നെ 10ാം ക്ലാസ്സിൽ പറയുകയാണെങ്കിൽ അവർക്ക് ജയിക്കാൻ ആവശ്യമായ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ വിളിക്കുക നമ്മുടെ നമ്പറിൽ 99 46 91 24 69. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ വരുന്നവരെ നമുക്ക് അടുത്ത് കാണാം.